എൻ ശ്രീകുമാർ കോൺഗ്രസ് അനുകൂല നിരീക്ഷകനാണ്. ശ്രീകുമാർ, ഇന്നിപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനം എല്ലാവരും ഉദ്യോഗത്തോടെയാണ് കേട്ടിരുന്നത്. കാരണം KS മുരളീധരൻ വന്നു വളരെ ശക്തമായ ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. പുകഞ്ഞുകൊള്ളി പുറത്ത്, ജനസേവനത്തിന് നിയോഗിച്ച MLA അത് മതിൽ ചാടാൻ വേണ്ടിയുള്ള അധികാരമാക്കി മാറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് മാത്രമല്ല, പുകഞ്ഞുകൊള്ളിയോട് സ്നേഹമുള്ളവരും പുറത്താണ് എന്ന സൂചനയാണ് മുരളീധരൻ നൽകിയത്. തുടർന്ന് വനിതാ നേതാക്കൾ ഒന്നടങ്കം വന്നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ AICC പൂർണ്ണമായിട്ടുള്ള ചുമതല KPCCക്ക് കൊടുത്തിരിക്കുന്നു ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. പക്ഷേ അപ്പോഴും ഈ VM സുധീരൻ പറയുന്നത് പോലെ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള കോടതിയുടെ ഉത്തരവിനെ കാക്കുകയാണോ കോൺഗ്രസ്? അത് കോൺഗ്രസിന് കൂടുതൽ ക്ഷീണം ചെയ്യില്ലേ? ഒരു മണിക്കൂർ മുൻപെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് കോൺഗ്രസിന് പിടിവിടാമല്ലോ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും KPCC ഇത് ചെയ്യാത്തത്? ഉടൻ നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയത് എന്തുകൊണ്ടായിരിക്കും ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചാനലുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ നടപടി വരും എന്നുള്ളതാണ്. അതാര് പറഞ്ഞു എന്നുള്ള വ്യക്തമല്ല. അതിനുശേഷം പിന്നെ വന്നു AICCയെ ധിക്കരിച്ചുകൊണ്ട് KPCC നടപടി എടുക്കാതിരിക്കുന്നു. ഇതൊക്കെ അവാസ്തവങ്ങളായിരുന്നു. അതിനുശേഷം KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ആലോചിച്ച് തീരുമാനിക്കുക വെച്ചതിൻ്റെ അർത്ഥം ഒരു പാർട്ടിക്ക് പല കാര്യങ്ങളും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട്, നിയമപരമായിട്ട്, സംഘടനാപരമായിട്ട്, അതുപോലെ പൊതുജന സമക്ഷം അവതരിപ്പിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ച്, മുൻകാല മറ്റു പാർട്ടികളുടെ ചെയ്തികളെക്കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ആലോചിച്ച് തീരുമാനം എന്ന് പറഞ്ഞത്. അത് നാളത്തെ കോടതി വിധിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് KPCC പ്രസിഡന്റ് മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ബന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നൊരു പാർട്ടി പറഞ്ഞാൽ അത് പാർട്ടി നിലപാട് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇന്ന് ഈ പ്രതികരണം നടത്തിയവരൊന്നും സാധാരണഗതിയിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതല്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നല്ലോ. അപ്പോൾ മാധ്യമപ്രവർത്തകർ, ചാനൽ പ്രവർത്തകർ, പ്രത്യേകിച്ച് ചാനൽ പ്രവർത്തകർ ഈ നേതാക്കളെയെല്ലാം കണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചറിയുകയായിരുന്നു. അല്ലാണ്ട് ആരും പ്രസ് ക്ലബ്ബിൽ പോയി പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരെ വിളിച്ച് ചാനലുകാരെ വിളിച്ചു പറഞ്ഞതല്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരോട് ചോദിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറയൽ കോൺഗ്രസ്സിൽ എന്നും ഉള്ളതാണ്. ആ അഭിപ്രായം അല്ല സത്യത്തിൽ KPCC തീരുമാനമായിട്ട് വരിക. KPCC തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാക്കൾ എടുക്കുന്ന തീരുമാനമാണ്. അത് ആദ്യത്തെ തീരുമാനം എന്താണ്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ തീരുമാനം എന്താണ്? അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിന് മുമ്പെടുത്തൊരു തീരുമാനം എന്താണ്? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ഈ 3 കാര്യങ്ങൾക്ക് ശേഷവും ഇന്ന് പാർട്ടിയുടെ എല്ലാ നേതാക്കളും പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ നിലനിൽക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു കോർ കമ്മിറ്റിയുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്, KPCC ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ഇതിലെ മുതിർന്ന നേതാക്കളുണ്ട്, AK ആൻ്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ കേരളത്തിലുണ്ട്. ഇവരുമായിട്ടൊക്കെ ആലോചിച്ച ശേഷമാണ് പാർട്ടി തീരുമാനം പറയുക. അതാണ് ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു വിധി കാത്തിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇങ്ങനെ കൃത്യമായ ചർച്ച നടക്കുന്നതിനോട് അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻകാല നിലപാടുകളും ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളൊക്കെ ഇങ്ങനെ ചർച്ചയായിട്ട് വരുന്ന നല്ല കാര്യങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നോക്കൂ, പ്രധാനപ്പെട്ട 4 വാർത്തകളാണ് സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പറയാവുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ എപ്പോഴും ചർച്ചകളിലും അതുപോലെ പൊതുയോഗങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. CPMൽ എന്തെങ്കിലും ലൈംഗിക പീഡനം വന്നാൽ അവിടെ തീവ്രത ഇളക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് പറയാറുണ്ട്. അതിന്ന് പാർട്ടിയുടെ ഒരു മഹിളാ നേതാവ് ശരിവെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിതീവ്ര നിലപാടും അതുപോലെ പ്രവർത്തനവും അതുപോലെ മുകേഷിൻ്റെ തീവ്രത കുറഞ്ഞതുമാണെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അത് CPMൻ്റെ തീരുമാനമാണ്. CPMൻ്റെ തീരുമാനം അവരുടെ മഹിളാ വിഭാഗങ്ങളിലേക്കും മറ്റ് പോഷക സംഘടനകളിലേക്കും ബഹുജന സംഘടനകൾക്കും അവർ പകർന്നു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണം കവർ ചെയ്ത കേസാണ്. ആ സ്വർണ്ണ കേസിൽ നിന്ന് കോടതി 30 ദിവസത്തെ കൂടുതൽ അന്വേഷണത്തിന് സമയം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാൻ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ CPM നേതാവിൻ്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. വേറൊരു CPM നേതാവ് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇത് ഒരു ചർച്ചയാകുന്ന വിഷയമാണ് ഇന്നത്തെ. അതുകൂടാതെ PM ശ്രീ വിഷയത്തിൽ വളരെ ഗുരുതരമായൊരു കാര്യം
പാർലമെന്റിൽ ഗുരുതരമായ വെച്ചാൽ ഉത്കണ്ഠാജനകം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, ഗുരുതരമല്ല, ഉത്കണ്ഠാജനകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് PM-ശ്രീ പദ്ധതി ഒപ്പിടുന്നത്, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിന് ഒരു പാലമായി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള, ഞാൻ കോട്ട് ചെയ്തതാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ള MP ജോൺ ബ്രിട്ടാസാണ്. ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞതാണ്. ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി പ്രവർത്തിച്ചു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിലെ ഈ വിഷയങ്ങൾ ഒപ്പിടിക്കുന്നതിൽ ഒരു CPM നേതാവ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അങ്ങനെ പൂർണ്ണമായും യോജിക്കുന്നത്. ഈ 3 വിഷയങ്ങളിലെങ്കിലും ഇന്നത്തെ വാർത്താ സായാഹ്നത്തിൽ CPM-നെ പ്രതിസന്ധിയിൽ നിർത്താമായിരുന്നു, രാഹുലിനെ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ എന്നതല്ലേ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്താക്കാതെ നിൽക്കുന്നു, നേതാക്കൾക്ക് മറ്റൊരു അഭിപ്രായം, രാഹുലിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസിനുള്ളിലുണ്ട് എന്ന മട്ടിലാണ് ചർച്ച പോകുന്നത്. ഇന്നത്തെ വൈകുന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ PMC പദ്ധതിയിലെ ഉത്തരവാദിത്വം, റോൾ എന്തായിരുന്നു എന്നതായിരുന്നു. അല്ല, അത് ചർച്ച ചെയ്താലും കുഴപ്പമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്താൽ മതി. കാരണം ഇതുപോലത്തെ സമാനമായ കേസ് കോടിയേരി ബാലകൃഷ്ണ സെക്രട്ടറി സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് KPCCയുടെ തീരുമാനം. ഇന്ന് രാവിലെ KPCC പറഞ്ഞിട്ടില്ല ഇന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. മാധ്യമപ്രവർത്തകർ അവരുടെ നിഗമനമാണ് ഇപ്പോഴുണ്ടാകും, ഉടൻ പ്രഖ്യാപിക്കുന്നുള്ളത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഒറ്റ വാചകം. അതായത് ഇന്ന് ശ്രീ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വന്നത് ഈ വാർത്തകളൊക്കെ കഴിഞ്ഞ ശേഷം, KPCC പ്രസിഡന്റ് പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? KPCCക്ക് തീരുമാനിക്കാം. അപ്പോൾ IACC നിർദ്ദേശത്തെ KPCC അവിടെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അതും നമ്മളിവിടെ പ്രത്യേകം ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. ഓക്കെ. Debate with Dr. Arun Kumar.